lawyer Alur. Now, this is the basic rights of prisoners that we were talking about. ഇനി പ്രിസണിനെ ഗൈഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, പ്രിസണിൻ്റെ അബൈഡ് ചെയ്യുന്ന ലോസ് എന്തൊക്കെയാണ്? വൺ ഇസ് ദ പ്രിസൺസ് ആക്ട് ഓഫ് 1894. ഓക്കെ, 1894 എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നിയമമാണ്, പ്രിസൺസ് ആക്ട് ഓഫ് 1894. ബേസിക്കലി ഇറ്റ് സെർവ്സ് ഇസ് ദ ഫൗണ്ടേഷണൽ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ പ്രിസൺ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രിസൺ മാനേജ്മെൻറ്റിൻ്റെ ലീഗൽ ഫ്രെയിംവർക്ക് എൻ്റെ ഒരു എന്താ പറയുന്നത് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഒരു പ്രിസൺസ് ആക്ട് 1894 ആണ്. ഇറ്റ് ഫോക്കസസ് ഓൺ ദ കസ്റ്റഡി ആൻഡ് ഡിസിപ്ലിൻ ഓഫ് പ്രിസണേഴ്സ് ബട്ട് ലാക്സ് പ്രൊവിഷൻ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് റീഫോം. എന്താണ് റീഹാബിലിറ്റേഷൻ? വാട്ട് ഡു യു മീൻ ബൈ റീഹാബിലിറ്റേഷൻ? വേറെടുത്തോട്ട് മാറ്റി പാർപ്പിക്കുന്നത്. ഇസ് ദാറ്റ് ഇറ്റ്? മാറ്റി ഓക്കെ, ദാറ്റ് ഈസ് കറക്റ്റ്. നമ്മൾ ഒരു പൊതുവേ ഒരു ഇംഗ്ലീഷ് ടേം എന്ന രീതിയിൽ റീഹാബിലിറ്റേഷൻ വാട്ട് യു ടോൾഡ് ഇസ് കറക്റ്റ്. നമ്മളൊരു പ്രിസന്റ് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ പ്രിസണറിനെ കുറിച്ച് സംസാരിക്കുമ്പം റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന, എന്തായിരിക്കും നമ്മൾ അവിടെ റീഹാബിലിറ്റേഷൻ മീൻ ചെയ്യുന്നത്? ഒരു പ്രിസണിൽ നിന്ന് മറ്റൊരു കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടുള്ള ട്രാപ്പ് ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള പ്രിസണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Rehabilitation here actually means rehabilitation of the criminal, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത്, പുള്ളിയെ അതിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്ന്, അതായത് ആ ഒരു ക്രൈം ചെയ്തതിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന്. ഇപ്പം നമ്മൾ പലയിടത്തും സ്കിൽ ഡെവലപ്മെൻറ്റ് കാണാറുണ്ട് പ്രിസൺസിൽ. മെനി പീപ്പിൾ ആർ ഗിവൻ ദി ഓപ്പർച്യൂണിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, സോ ആ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത്, അതായത് പ്രിസൺ കഴിഞ്ഞതിന് ശേഷം പ്രിസൻ്റെ ഒരു കാലാവധി, സേ ദാറ്റ് ഗൈ ഹാവ് ഓർ ദ ലേഡി ഓർ ദ മാൻ ഹാസ് ബീൻ അറസ്റ്റഡ് for a period of 5 years, put into prison for a period of 5 years or 10 years. Once he gets out of that particular prison, he needs a life after that, right? What would he be given? എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് പുള്ളിക്ക് കിട്ടാൻ പോകുന്നത്? ഇത് ആക്ച്വലി നമ്മുടെ പണ്ടത്തെ കാലത്ത് ഇതൊരു ചർച്ച പോലും ആയിരുന്നില്ല. That once this person gets out of the prison, what is he going to do? Now, what are the chances once this person has spent his a major part of his time in the jail? Okay, he comes out of the jail. Now he goes out and he is not having any skill. Okay, he does not have any other opportunity to survive. Probably he is looked down upon by the society as well. Okay, അങ്ങനത്തെ ഒരു സിനാരിയോ ഇല്ല. Do you think this guy can get back to work, get back into a profession and survive fully if he's done a theft or a crime and he's got into the jail? Okay, you're again pushing him towards a circumstance where he is going to do another theft because you are not giving him any other life opportunities. Alle, the society is not giving him any other life opportunities because he does not have any skill. So what exactly in the prison, നമ്മൾ ഒരു പ്രിസൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മളൊരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പം ആ ആൾക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, reform and rehabilitation for a criminal. Once he gets out of the jail, he has options for jobs. പുള്ളിക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി പുറത്തോട്ട് പോകുന്ന സമയത്ത് he can apply for various jobs എന്നുള്ളൊരു പ്രൊവിഷനാണ് അവിടെ ആക്ച്വലി ഈ റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇംഗ്ലീഷിൽ യഥാർത്ഥത്തിൽ പറഞ്ഞ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് സെക്യൂർ ആയിട്ട് അവരെ എന്താ പറയുന്നത് ഒന്ന് മാറ്റി പാർപ്പിക്കുക. റീഹാബിലിറ്റേറ്റ് ഇൻ ദ കേസ് ഓഫ് ഇപ്പോൾ ഡാം കൺസ്ട്രക്ഷൻ്റെ കേസിൽ നമ്മൾ ട്രൈബൽസിൻ്റെ റീഹാബിലിറ്റേഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ. ദാറ്റ് റീഹാബിലിറ്റേഷൻ ഈസ് അഗൈൻ from a different perspective. That comes because they have to be safely transported from one place to the other with and given the basic amenities that they had in their prior living situation, right? Just the same way ക്രിമിനൽസിനും ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫർമേഷനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ ആൻഡ് റീഫോം എന്ന് പറയുന്നത്. ആൻഡ് ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് വെരി നെസസറി സോ ദാറ്റ് വി ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു അവോയ്ഡ് ദിസ് ഒഫൻഡർ, ആ ഒരു ഒഫൻഡിങ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആവാണ്ടിരിക്കാൻ ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഇവരെ എയ്ഡ് ചെയ്യും അല്ലേ. ആ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് വിച്ച് ഈസ് ഗിവൻ ഇൻ ദ പ്രിസൺ അതില്ലെങ്കിൽ ഇവർക്ക് ശരിക്കും ഇവർ പുറത്ത് പോയിട്ട് ഇവർ കഷ്ടപ്പെടും, റൈറ്റ്? സോ ദാറ്റ്സ് വെരി നെസസറി.
വിച്ച് ഇന്ത്യൻ നമ്മുടെ ഈ ഇന്ത്യൻ സെനാരിയോയിൽ പ്രസൻസ് ആക്ട് ഓഫ് 1894 പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. റീഹാബിലിറ്റേഷൻ ആൻഡ് റീഫോമിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ പ്രിസണിലെ കസ്റ്റഡി ആൻഡ് ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി important that rehabilitation and reform needs to be addressed. ഇത് യൂഷ്വലി ഈ റീഹാബിലിറ്റേഷനും റീഫോമും ഒക്കെ സുപ്രീം കോർട്ടൊക്കെ ഇടപെട്ടാണ് പലപ്പോഴും ഇൻസ്ട്രക്ഷൻ കൊടുത്താണ് ഇത് ചെയ്യിപ്പിക്കുന്നത് ജയിൽസിന്. ഇപ്പം മോസ്റ്റ് ഓഫ് ദി ഈവൻ കേരള ജയിൽ ഹാസ് പ്രിസൺസ് ഇൻ കേരള ഹാവ് എ ലോട്ട് ഓഫ് റീഫോമിങ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സസ് ദാറ്റ് ദേവ് അണ്ടർടേക്കൻ. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. There are people who are given in Indian prisons, even people who are given opportunity to pursue master's degree ഒക്കെ IGNO വഴിയൊക്കെ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി വഴി, ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ഇവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിൽ അകത്ത് കിടന്നിരുന്ന ഒരാളാണ്, ഡു യു നോ ഹർ നെയിം? നളിനി. And she actually completed her masters with very good score when she was inside the jail. Okay, so ഇങ്ങനത്തെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഇന്ത്യൻ ജയിൽസ് കൊടുക്കുന്നുണ്ട്, സോ ദാറ്റ് ദെയർ ലൈഫ് ഇസ് ഓൾസോ സെക്യൂർ പോസ്റ്റ് ആൻഡ് ദേ ഡോണ്ട് ഫീൽ യൂസ്ലെസ്. ഈ ജയിലിൽ കിടന്നൊരു യൂസ്ലെസ് ഫീലിംഗ് ഉണ്ടാവാണ്ടിരിക്കാനും it's very important that they're doing something productive, right? And not just maintenance of the jail and maintenance of the prison. That's a separate part of their duty. They're also doing something for themselves എന്നുള്ള ഒരു point, right? So that's very important. Pinne, the Identification of Prisoners Act of 1920. This law governs the identification process for prisoners and the collection of biometric data. Biometric data എന്ന് പറഞ്ഞാൽ anything to do with body. നമ്മുടെ ബോഡിയിൽ എടുക്കുന്ന ഡേറ്റാസ് ആണ് ബയോമെട്രിക് ഡേറ്റ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി an iris scan, it can be our fingerprint, okay, anything നമ്മൾ കൊടുക്കുന്നത് ബയോമെട്രിക് ഡേറ്റയാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഓഫ് ബയോമെട്രിക് ഡേറ്റനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1920 എന്ന് പറയുന്നത്. പിന്നെ ദർ സംതിങ് കോൾഡ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1950. ഇത് ബേസിക്കലി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സും ഡിഫറെൻറ്റ് ജൂറിസ്ഡിക്ഷൻസും തമ്മിൽ പ്രിസണേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ട്രാൻസ്ഫർ ഓഫ് പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1950 ആണ് അബൈഡ് ചെയ്യുന്ന ഒരു ലോ. ഫോർ എക്സാമ്പിൾ, വെൻ ജയലളിത വാസ് അറസ്റ്റഡ്, ജയലളിത വാസ് നോട്ട് പുട്ട് ഇൻ തമിഴ്നാടു ജയിൽ. ഷി വാസ് ട്രാൻസ്പോർട്ടഡ് ഓൾ ദ വേ ടു കർണാടക. ഓക്കെ, ഷി വാസ് വെരി ക്ലോസ് ടു മൈ ഹൗസ്. And I still remember how people were completely crowded into that. ആ ഒരു ഏരിയ മൊത്തം ആൾക്കാരായിരുന്നു. Okay, she was put in Parapanagrahara jail in Karnataka, Bangalore. ഓക്കെ, സോ ഇങ്ങനത്തെയൊക്കെ ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ ദ ട്രാൻസ്ഫർ ഓഫ് പ്രിസണേഴ്സ് ആക്ട് ഓഫ് 1950. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്. ഇപ്പം ജയലളിതയുടെ കേസിലൊക്കെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ബിക്കോസ് ഷീ ഈസ് എ പബ്ലിക് ഫിഗർ ഹു ഈസ് വെരി ഫേമസ് ഇൻ തമിഴ്നാടു, ആൻഡ് ദേ ഫെൽറ്റ് ആപ്റ്റ് ദാറ്റ് ഷീ ഷുഡ് ബി പുട്ട് ഇൻ അനദർ സ്റ്റേറ്റ്, അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി, ദി ഇന്ത്യൻ ജുഡീഷ്യറി പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ overseeing prison conditions through public interest litigations and specific cases addressing inmate rights. എന്താണ് public interest litigation? What is PIL? Anybody? എന്താണ് PIL? Public interest litigation. Anybody who knows what a PIL is? Basically, ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരു അന്യായം കാണാണ്, okay, something that is not right, something that is not fair, but you are very interested to solve that particular issue, or you are very interested to bring it to the notice of judiciary, okay. ആ ഒരു സമയത്ത് what you can do is, as a layman, as somebody who is just an observer, you can go and file a public interest litigation so that you can bring that particular matter into the judiciary's notice. Okay, public interest litigation എന്ന് പറഞ്ഞാൽ ബേസിക്കലി ജുഡീഷ്യറിയെ നമ്മൾ അലേർട്ട് ചെയ്യുകയാണ് that there's something which is not supposed to happen, that's happening here, and please interfere into this matter. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. പണ്ടൊക്കെ ഇതിൽ ബാധിക്കപ്പെട്ട ആൾക്കാരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവർക്കൊക്കെ മാത്രമേ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ആ പ്രൊവിഷനൊക്കെ എടുത്ത് മാറ്റി ആർക്ക് വേണമെങ്കിലും PIL നമുക്ക് കൊടുക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് പ്രിസൺസ്,
നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അവിടെ പോരായ്മകളും അല്ലെങ്കിൽ ഇൻഹ്യൂമൻ കണ്ടീഷൻസ് ഉണ്ട് എന്ന് നമ്മുടെ നോട്ടീസിലൊക്കെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ഒരു PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നമ്മൾ സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്യുവാണെങ്കിൽ Supreme Court will look into the matter, and that's why there is a huge role of judiciary that is playing in this particular prison reforms. ഓക്കെ, സോ ഈ പറയുന്നത് പോലെ ഇൻമേറ്റ് റൈറ്റ്സിൻ്റെ കേസിലൊക്കെ സുപ്രീം കോർട്ട് പലതവണ ഇടപെട്ടിട്ടുണ്ട്. അതായത് അവരെ എന്താ പറയുന്നത്, വളരെ നല്ലൊരു ഹ്യൂമൻ കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യണം പ്രിസൺസിൻ്റെ ഉള്ളിൽ. ഓക്കെ, അതായത് ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കോംപ്ലയൻസ് വിത്ത് ദ ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ ഈ പറയുന്നത് പോലെ പ്രിസണിൽ ആൾക്കാരെ നിർത്തണം എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ സുപ്രീം കോർട്ട് പലതവണ ജുഡീഷ്യറി ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ഇന്ത്യൻ ജുഡീഷ്യറി ഓൾസോ പ്ലേസ് എ വെരി മേജർ റോൾ ഇൻ overseeing prison conditions through public interest litigation. For instance, the Supreme Court in DK Basu versus State of West Bengal mandated strict protocols for arrest and detention. അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ചെയ്യുന്ന സമയത്ത് പ്രോട്ടോകോൾസ് ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യമൊക്കെ ഈ പറയുന്ന പോലെ DK ബാസുവിൻ്റെ വേഴ്സസ് വെസ്റ്റ് ബംഗാൾ ആ ഒരു കേസിൻ്റെ സമയത്ത് സുപ്രീം കോർട്ട് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സുപ്രീം കോർട്ട് ഓൾസോ ഹാസ് എംഫസൈസ്ഡ് ദ നീഡ് ഫോർ സ്റ്റേറ്റ്സ് ടു എൻഷുർ കോംപ്ലയൻസ് വിത്ത് ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റാൻഡേർഡ്സ്. ഓൾറൈറ്റ്, സോ ഓൾസോ വി ആർ പാർട്ട് ടു സെവറൽ international എന്താ പറയുന്നത് agreements related to human rights like Universal Declaration of Human Rights, Declaration on Protection from Torture, Convention Against Torture and Other Cruel, Inhuman or Degrading Treatment. ഇതൊക്കെ നമ്മൾ ഭാഗമാണ്. So these international agreements and conventions they set a particular standard that protects the prisoners, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് നല്ലതാണ് എന്ന് എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള ഇച്ചിരി പ്രൊവിഷൻസ് ആണ്. അപ്പോൾ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദോസ് പ്രൊവിഷൻസ്. ഇന്ത്യൻ പ്രിസൺസ് ഓൾസോ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് വി കംപ്ലൈ വിത്ത് ഓൾ ദോസ് ഇൻ്റർനാഷണൽ ലോസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ദ പ്രോബ്ലം ഹിയർ? ഈ പ്രിസൺ എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റ് ആണോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, കോൺകറൻറ്റ് ലിസ്റ്റിലാണോ, ഏത് ലിസ്റ്റിലാണ് വരുന്നത് പ്രിസൺസ്? Can you tell me which list is prison a part of? കേട്ടില്ല നവീൻ, ഒന്നുകൂടെ പറയൂ. കേട്ടില്ല. കൺകറന്റ് ലിസ്റ്റ് ആണോ? കോൺകറന്റ് ലിസ്റ്റ് അല്ല, നോട്ട് കോൺകറന്റ് ലിസ്റ്റ്. പ്രിസൺസ് വരുന്നത് പ്രിസൺസ്, പോലീസ്, ഓൾ ഓഫ് ദീസ് കം അണ്ടർ സ്റ്റേറ്റ് ലിസ്റ്റ്. ഓക്കെ, സോ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ എന്താണ് അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു കാര്യം? വാട്ട് ഡു യു മീൻ ബൈ എ പർട്ടിക്കുലർ point being brought under the state list? What does it mean? Who has the right to make laws? പറഞ്ഞു ഗൗതം. അത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് അടിയിലൊക്കെ വരും. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൺട്രോളിന്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഹൂ മേക്സ് ലോസ് റിഗാർഡിങ് ദീസ് തിങ്സ്? എന്തൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടോ അതിൻ്റെയൊക്കെ ലോസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. റൈറ്റ്, സോ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇങ്ങനെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പോയിന്റ് ആവുമ്പം ഡു യു തിങ്ക് ദർ ഇസ് എ യൂണിഫോമിറ്റി അക്രോസ് ദ കൺട്രി റിഗാർഡിംഗ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു പ്രിസൺസ്? ഇസ് ദർ എ യൂണിഫോമിറ്റി? ലോജിക്കലായിട്ട് ചിന്തിക്കൂ, ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു പോയിന്റാണ്. ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായ രീതിയിൽ അവർ ഈ ഒരു പ്രിസൻ്റെ ടോപ്പിക്കിൽ അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഒരു യൂണിഫോമിറ്റി ഉണ്ടോ അവിടെ ഇൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഇല്ല മാം, ഇല്ല. ഡോണ്ട് യു തിങ്ക് ദാറ്റ്സ് എ മേജർ ചാലഞ്ച്? റൈറ്റ്, there is no uniformity. So what exactly does the central government do? ഇങ്ങനത്തെ കേസസിൽ സെൻട്രൽ ഗവൺമെൻറ് ഒരു മോഡൽ പ്രിസൺ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെയായിരിക്കണം എന്നൊരു ഗൈഡൻസ് കൊടുക്കത്തേ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് ഫോളോ എത്രത്തോളം ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ സ്റ്റേറ്റ്. ഓക്കെ, സോ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ഹിയർ? വി ഹാവ് prisons as a part of the state list. Every state government decides what exactly should be the provisions according to their will. Okay, the central government here plays the role of a guide.
ദാറ്റ്സ് ഓൾ. ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ സെൻട്രൽ ഗവൺമെൻറ്റിന് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഓരോ സ്റ്റേറ്റ്സ് ആണ് തീരുമാനിക്കേണ്ടത് എന്തൊക്കെ പ്രൊവിഷൻസ് ദാറ്റ് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഇഷ്യൂഡ് ഷുഡ് ബി ആക്ച്വലി ഫോളോഡ് ഓർ നോട്ട് എന്നുള്ള കാര്യം. So don't you think this is a major challenge that Indians prisons are facing, because there is lack of uniformity? ഇപ്പോൾ കേരളത്തിലുള്ള ഒരു പ്രിസൻ്റെ എന്താ പറയുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കില്ല കർണാടകയിലെ പ്രിസണിലുള്ള ഒരു കണ്ടീഷൻ, എൻവയൺമെൻറ്റൽ കണ്ടീഷൻ, ആംബിയൻസ് ആൻഡ് ഓൾ ദാറ്റ് വിൽ ബി വെരി ഡിഫറെൻറ്റ്. സെയിം വിത്ത് സം അതർ സ്റ്റേറ്റ്. കർണാടകയും വേറൊരു സ്റ്റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഡിഫർ അഗൈൻ, ഫർദർ ഡിഫർ. റൈറ്റ്? സോ ദർ ഇസ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ഇൻ കേരള, നമ്മൾ കേരള പ്രിസൻസിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കേരള പ്രിസൻസ് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് സെല്ലിംഗ് ഫുഡ് ഫ്രം ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ ദ സെൻട്രൽ ജയിൽ. റൈറ്റ്? ജയിൽ ചപ്പാത്തി. പീപ്പിൾ ഹൂവ് gone to Trivandrum, especially in the course of studying for civil services, കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുടെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിയർ ലൈഫ് ഇസ് ദിസ് ജയിൽ ചപ്പാത്തി. ജയിലിൽ നിന്ന് കിട്ടുന്ന ചപ്പാത്തിയും കറി. Okay, including myself, I've survived on this jail chapati and curry for very, very long time, because it's very cheap, it's healthy, they've made it in a very clean manner, and many people, lot of people consume this particular product. അവരുടെ കുറേ പ്രോഡക്ട്സ് ഉണ്ട്, and they actually, it's a source of income as well for the jails. ഇങ്ങനത്തെയൊക്കെ ഇന്നോവേറ്റീവ് കോൺസെപ്റ്റ്സ് ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ചിലപ്പം അപ്ലൈ ചെയ്തു എന്ന് വരില്ല. ഓക്കെ, സോ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓൾ ദീസ് തിങ്സ് ഡിഫർ. ഓക്കെ, പ്രിസൻസിൻ്റെ എങ്ങനെയാണ് ഇത് പ്രിസൺ റീഫോംസ് എന്നുള്ളത് ഡിഫർ ചെയ്യാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് പ്രിസൻസിൻ്റെ കേസിൽ. പിന്നെ കെൻ യു ടെൽ മീ ഫ്യൂ അതർ ചാലഞ്ചസ് ദാറ്റ് ഇന്ത്യൻ പ്രിസൻസ് ആർ ഫേസിങ്? വാട്ട് ആർ ദ ചാലഞ്ചസ് അക്കോർഡിംഗ് ടു യു ദാറ്റ് ഇന്ത്യൻ പ്രിസൻസ് ആർ ഫേസിങ്? നമ്മളിപ്പം റീഹാബിലിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു. ദാറ്റ്സ് അഗൈൻ എ വെരി 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 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്, that Indian prisons do not focus on rehabilitation and reform of the criminal or of the culprits or of the prisoners, right? So that again is another point. Now can you tell me few other points? What other പറഞ്ഞോ നവീൻ. Cleanliness. Okay, cleanliness, sanitary, basic sanitary facilities പോലും പലപ്പോഴും lack ചെയ്യാറുണ്ട്. I don't know if you guys have seen some movies where that is the only way we see what is inside the prison, right? അല്ലാണ്ട് പ്രിസണിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവില്ല നമ്മളിൽ പലരും. അപ്പം ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള ക്ലെൻലിനെസ്, ദർ വിൽ ബി വൺ ഓപ്പൺ ടോയ്ലറ്റ് പ്രോബബ്ലി in a cell where a lot of people are put inside, and it's very difficult for people to use. ഈ പറയുന്നത് പോലെ ബേസിക് ഒരു പ്രൈവസി പോലും ഇല്ലാത്ത ഒരു സാനിറ്റേഷൻ പലപ്പോഴും കാണാറുണ്ട് പ്രിസൺസിലൊക്കെ. ഓക്കെ, ആ ഒരു ഫെസിലിറ്റി, ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ പീപ്പിൾ ടു അഡ്ജസ്റ്റ് ടു ദാറ്റ് സോർട്ട് ഓഫ് ബിക്കോസ് ഈ പറയുന്നത് പോലെ നമ്മൾ അത് നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുന്ന ഡെയിലി ആക്ടിവിറ്റിയാണ്. ആൻഡ് ദാറ്റ് ഈസ് സപ്പോസ് ടു ബി കൺസീൽഡ്, റൈറ്റ്, ഇൻ ദ കറക്റ്റ് മാനർ. യു ആർ സപ്പോസ് ടു ഡു ഇറ്റ്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഷുഡ് ബി പ്രൊവൈഡഡ്. ദാറ്റ് ഓക്കെ, ക്ലെൻലിനെസ്. Other cleanliness also you can talk about. Basic cleanliness in the prisons also is a problem. Yes, what other point? വേറെ എന്തൊക്കെ പറയാം? ചിന്തിച്ച് പറഞ്ഞാൽ മതി. വേറെ എന്തൊക്കെ പറയാം? നമ്മുടെ പോലീസ് സിസ്റ്റത്തിലും അതേപോലെ തന്നെ പ്രിസൺ സിസ്റ്റത്തിലും ഒക്കെ ഇഷ്യൂസ് എന്തൊക്കെയാണ്? Do you think our prisons are handicap friendly? No, ma'am. ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അല്ലേ? സോ സംതിങ് ദാറ്റ് ആർ prisons lack is physically handicapped ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട പ്രൊവിഷൻസ് it lacks. Okay, that is one major point. പിന്നെ സ്ത്രീകൾ, okay, there's a lot of difference between culprits being male and female, അല്ലേ? എസ്പെഷ്യലി ഫീമെയിലിൽ പലരും പ്രഗ്നൻറ്റ് ഉണ്ടാവാം, പ്രഗ്നൻസിയിൽ കൂടി കടന്നു പോകുന്ന കൾപ്രിറ്റ്സ് ഉണ്ടാവും. And there is this provision where the child, once the child is born, the child will be kept with the mother, I think up to 6 years if I'm not wrong, and that also differs from state to state again.
ഓക്കെ. സോ 6 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റും, അങ്ങനെ ആണ് എനിക്ക് മനസ്സിലായിടത്തോളം. Recently there was a documentary regarding the same, how they are shifted to other provisions post a particular age. ഓക്കെ. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രിസൺ എന്ന് പറയുമ്പോൾ there are lot of other factors that comes into picture, because ആ ഒരു പ്രഗ്നൻസി, കുട്ടി എന്നൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് വരുന്ന സമയത്ത് വി നീഡ് ഓൾ ദ മോർ കെയർ ആൻഡ് കൺസേൺ ഇൻ, ആൻഡ് അതുപോലത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമുക്ക് ഡെഫിനറ്റ്ലി വേണം, റൈറ്റ്? ഇൻമേറ്റ്സ്, വെൻ ദി ഇൻമേറ്റ്സ് ആർ വിമൻ. But Indian prisons again are not women friendly. And not only that, there have been reported many cases of sexual violence in Indian prisons where the inmates are women. ഓക്കെ. ഒരുപാട് പ്രിസണേഴ്സ്, നമ്മുടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് മുതൽ അവിടുത്തെ ഇൻമേറ്റ്സ് വരെ സെക്ഷലി ഹറാസ് ചെയ്യുന്നതായിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രിസൺസിന്. സോ ദാറ്റ് അഗൈൻ ഈസ് അനദർ മേജർ പ്രോബ്ലം ദാറ്റ് Indian prisons face, that it's not women friendly, it's not physically handicapped ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള prison infrastructure ഇല്ല, right? Then what else? What other points can we tell? നമ്മുടെ പ്രിസൺ കപ്പാസിറ്റിയിൽ പറ്റുന്ന ആൾക്കാരെയാണോ കൊള്ളിക്കുന്നത് പ്രിസൺസിൽ? വാട്ട് ഹാപ്പൻസ്? ഓവർ ക്രൗഡിങ് ഇല്ലേ? ഒരു പ്രിസണിന് താങ്ങാൻ നമ്മളിപ്പോൾ ക്യാരിയിങ് കപ്പാസിറ്റി പല സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചു, റൈറ്റ്? ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദി എൻവയൺമെൻറ്റ്, ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എ റോഡ്. ജസ്റ്റ് ദാറ്റ് വേ ദർ ഇസ് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എനി ബിൽഡിംഗ് ആസ് വെൽ, റൈറ്റ്? എനി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അതിന് ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കൂടുതൽ ആൾക്കാർ അതിൽ പോയി നിൽക്കുവാണെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ബേസിക് അമ്യൂണിറ്റീസ് ആർ ഗോയിങ് ടു ബി ഡിനൈഡ്. ദർ ഇസ് ഗോയിങ് ടു ബി എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കെയർ നമുക്ക് ഈ പറയുന്നത് പോലെ പ്രിസണേഴ്സിന് കൊടുക്കാൻ പറ്റാത്തൊരു സെനാരിയോ വരും, റൈറ്റ്? ദർ ലോട്ട് ഓഫ് ഇഷ്യൂസ് ദാറ്റ് ആർ ഗോയിങ് ടു ബി ഹാപ്പൻ. സോ ഈ പറയുന്നത് പോലെ ഓവർ ക്രൗഡിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇസ് വെരി വെരി it has to be addressed when you're talking about prisons in India, because overcrowding is one of the main challenges that Indian prisons face. Okay, so overcrowding is done. What other points do you think? Have you heard of custodial deaths? Custodial death എന്ന് കേട്ടിട്ടുണ്ടോ? What is a custodial death? Anybody? കസ്റ്റഡിയിൽ വെക്കുന്ന സമയം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുറ്റവാളി മരിക്കുന്നതാണ് കസ്റ്റഡിയൽ അതെ, മരിക്കുന്നു. ആര് കാരണം? ഒഫീഷ്യൽസിന്റെ മർദ്ദനം കാരണം, അല്ലെങ്കിൽ മറ്റുള്ള അല്ലെങ്കിൽ കൂടെ ഉണ്ടാവുന്ന മറ്റുള്ള ക്രിമിനൽസിന്റെ കാരണം, അങ്ങനെ പല റീസൺസാണ്. So custodial death, don't you think it's something that needs to be addressed at the earliest? അല്ലേ? നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് കസ്റ്റോഡിയൽ ഡെത്ത്സിൻ്റെ കേസ് കേൾക്കാറുണ്ട്. നോട്ട് ജസ്റ്റ് ഇൻ തമിഴ്നാടു, ഇൻ അതർ സ്റ്റേറ്റ്സ് as well. Even in Kerala, custodial deaths have happened. Okay, custodial deaths is when a person is arrested, and usually police, what they usually do is, once a person is arrested, if he is a culprit or not, there are scenarios where the person is being forced to accept the crime. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പം പലപ്പോഴും അടിക്കുകയും വളരെയധികം ഫിസിക്കലി ഹാം ചെയ്യുകയും ചെയ്യുമ്പം മെനി ടൈംസ് ദ പേഴ്സൺ ഡൈസ്, റൈറ്റ്? അപ്പം അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ യെസ്റ്റർഡേ ഐ ടോൾഡ് ആൻ എക്സാമ്പിൾ ഓഫ് ജയ് ഭീം എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലും ഇതേപോലെ കസ്റ്റോഡിയൽ ഡെത്ത് തന്നെയാണ് നടക്കുന്നത്. ആൻഡ് ദെൻ ദ പോലീസ് ട്രൈസ് ടു കൺസീൽ ദിസ് പെർട്ടിക്കുലർ കസ്റ്റോഡിയൽ ഡെത്ത്. സോ അഗൈൻ ഹിയർ വാട്ട് ഈസ് ഹാപ്പനിങ്? ദ പോലീസ് ഇസ് ടേക്കിംഗ് the എന്താ പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ഓൺ ഹാൻഡ്സ്, ആൻഡ് ഉത്തരവ് വളരെ നേരത്തെ തന്നെ ഇടാണ് that this guy has done the crime, and the guy is given a death penalty by the police itself. അല്ലേ? I don't know if you've heard of this case where in Hyderabad, Telangana, a girl was raped by 4 men. I think it was 4 men, and they were arrested, and the police അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് ഇവരെ ഒരു ഐ തിങ്ക് വിത്തിൻ 2 days of the arrest or something, all the 4 were shot dead in an encounter. It was said that while they were being transported, these 4 tried to escape, and that is when the police shot. അങ്ങനെയാണ്
പുറത്തോട്ട് വന്ന ന്യൂസ്. And everybody celebrated. Okay, everyone celebrated that, you know, these people had to die. ഇവർ മരിക്കേണ്ടവരായിരുന്നു, ഇത്ര ക്രൂരമായി ഒരു കുട്ടിയെ റേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ സമയത്ത് മീഡിയ സെലിബ്രേറ്റ് ചെയ്തു, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു. But have you ever thought that what if those four weren't the actual culprits, or what if in amongst those four there were only two people who were culprits and two were just caught? അങ്ങനെ നമ്മളിപ്പോൾ പലപ്പോഴും ട്രൈബൽസിൻ്റെ കേസ് പറയാറുണ്ട്. ട്രൈബൽസിനെ പല സ്ഥലങ്ങളിലും ഇതേപോലെ പിടിച്ച് അനാവശ്യമായിട്ട് ജയിലിലിട്ട് ഇവരെ കുറ്റം സമ്മതിക്കാൻ ഒരു എന്താ പറയുന്നത്, ഫോഴ്സ് ചെയ്യുക എന്നുള്ളൊരു പ്രവണത പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ബിക്കോസ് ഫ്രം ദ ടൈം ദ ബ്രിട്ടീഷേഴ്സ് വർ ഹിയർ, ദീസ് ട്രൈബ്സ് വർ കൺസിഡേർഡ് ഹാബിച്വൽ ഒഫൻഡേഴ്സ്. ഓക്കെ, അങ്ങനെ ഇവരെ കൺസിഡർ ചെയ്ത അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് നമ്മുടെ പോലീസ് സിസ്റ്റത്തിലുള്ളത്. സോ മെനി എ ടൈംസ് വാട്ട് ഹാപ്പൻസ് ഇസ് ദീസ് പീപ്പിൾ ആർ കോട്ട് അൺനെസസറിലി ആൻഡ് ദേ പുട്ട് ദ ബ്ലെയിം ഇസ് പുട്ട് ഓൺ ദെം. ആൻഡ് just imagine what if that encounter had actually gone wrong. What if those people were not the ones who did the crime? What if they just caught some random four people to solve, just because of pressure from superior officials to solve the case? So all these what ifs ഉണ്ട്, റൈറ്റ്? അതിനാണ് നമുക്ക് ജുഡീഷ്യറി എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉള്ളത്. ജുഡീഷ്യറി എന്തുകൊണ്ടാണ് ട്രയൽ ചെയ്യുന്നത്? ഈ പറയുന്ന വ്യക്തി ഈ സാഹചര്യ തെളിവൊക്കെ വെച്ച് ഈ പറയുന്ന ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളൊരു ക്രോസ് ചെക്കിങ് ചെയ്യാനല്ലേ ജുഡീഷ്യറി നിൽക്കുന്നത്. ജുഡീഷ്യറിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നതിന് മുന്നേ ഹൂ ഇസ് പോലീസ് ടു സോൾവ് ഓർ ഗിവ് എ വേർഡിക്റ്റ് ടു ദ കേസ് എന്നുള്ളൊരു ചർച്ച ആ സമയത്ത് വളരെയധികം റെലവെൻ്റ് ആയിരുന്ന ഒരു ചർച്ചയാണ്. ആൻഡ് ദിസ് ഇസ് very clearly shown in one of the Malayalam movies by Prithviraj. I forget the name of the movie. പൃഥ്വിരാജും സുരാജ് വെഞ്ഞാറമൂടും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ, വേർ I don't know if any of you have watched. ജനഗണമനയാണോ? ജനഗണമന, that is the movie. Okay, in that movie ഇത് എക്സാക്ട്ലി ഈ കാര്യം പറയുന്നുണ്ട്. Exactly, this is exactly what that movie is talking about as well. In the movie പുള്ളി ഇത് അഡ്രസ് ചെയ്യുന്നുണ്ട്, that four people randomly were caught and they were punished for a crime, something that they haven't done, or they are just they were forced to be a part to. അപ്പം ഇങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങൾ ഒഴിവാക്കാനാണ് നമുക്ക് ജുഡീഷ്യറി ഉള്ളത്. സോ നെവർ should police take the entire control of a scenario. Their job is to arrest a person once a crime has been conducted, take proof, എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് എവിഡൻസിൻ്റെ ബേസിസിൽ കേസ് സോൾവ് ചെയ്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുക. ഇനി ആ ആൾ എന്ത് സാഹചര്യത്തിലാണ് ആ ക്രൈം ചെയ്തിട്ടുള്ളത്, ആ ക്രൈം ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത് എന്താണ്, ഇനി അയാളല്ലേ ആ ക്രൈം ചെയ്തത്, അയാളുടെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഇതെല്ലാം നമ്മൾ ജുഡീഷ്യറിയുടെ കോഴ്സിലാണ് ഇച്ചിരിയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുന്നത്. ബിക്കോസ് വി ഹാവ് എ ക്രിമിനൽ ലോയർ ഹൂ ഇസ് വോയിസിങ് ഫോർ ദിസ് പെർട്ടിക്കുലർ ക്രിമിനൽ. സോ അങ്ങനെ ഒരു വാദവും തർക്കവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കേസ് പ്രോപ്പറായിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ജുഡീഷ്യറിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത്, റൈറ്റ്? ബിഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഫേസ് ഇറ്റ് സെൽഫ്, ഇഫ് ദ പോലീസ് ഇസ് ട്രൈങ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ, ഇറ്റ്സ് ഗോയിങ് ടു ബി എന്താ പറയുന്നത്, ഫെയിലിയർ ഓഫ് ദ ലോ സിസ്റ്റം ഇൻ ദ കൺട്രി, റൈറ്റ്? സോ ദാറ്റ് ഈസ് വൺ തിങ് ദറ്റ് വി നീഡ് ടു അഡ്രസ്. പോലീസ് മർദ്ദനം കൊണ്ട് അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ട് പലപ്പോഴും, ഇങ്ങനത്തെ പല കസ്റ്റോഡിയൽ ഡെത്ത്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. That is again something that we've got to address. Okay, so quickly we'll just see few points that are important. Major issues related to prisons in India. First is definitely the overcrowding situation. Some data reveals that there are 131% of occupancy rate, അതായത് 100% കടന്ന് അതിലും കൂടുതൽ 131% occupancy rate പല സ്ഥലങ്ങളിലും കാണിക്കാറുണ്ട്. Okay, it was the most acute in 2021. The crisis was most acute in Uttarakhand, Uttar Pradesh and Delhi, where the occupancy rate cost 180%, leading to increased health risks, limited access to basic amenities, and heightened potential for interpersonal conflicts. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ എല്ലാവരെയും കൂടി, അതും നമ്മൾ കൾപ്രിറ്റ്സിനെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്.
Okay, people from different background, different temper, അല്ലേ, different mental makes, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് കിടക്കുമ്പോൾ there's a very high chance you need to treat them in a very sophisticated manner. അവരെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇവരെ കൈകാര്യം ചെയ്യേണ്ടത്. 150% ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇരട്ടി, ഓൾമോസ്റ്റ് ഇരട്ടി ഒക്യുപ്പൻസി റേറ്റ്. സോ ഇഫ് ഇൻ എ സെൽ 1 person is supposed to be ലിവിങ് ദർ, 1 person പകരം 2 ആൾക്കാരായി അവിടെ, അല്ലേ, ആ സെല്ലിൻ്റെ ഒക്യുപ്പൻസി റേറ്റ് 2 ഓൾമോസ്റ്റ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് ഈ പറയുന്നത് പോലെ കോൺഫ്ലിക്ട്സിനൊരു ചാൻസ് കൂടുതലാണ്. 100% ആൾക്കാർക്കുള്ള നമുക്ക് ഒക്യുപ്പൻസി റേറ്റിനുള്ള ബേസിക് എമ്യൂണിറ്റീസ് ആണ് പ്രിസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 200% ആൾക്കാർക്കുള്ളത് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ലാക്ക് ഓഫ് ബേസിക് എമ്യൂണിറ്റീസ് ഇൻക്ലൂഡിങ് പ്രൊവിഷൻ ഓഫ് ഫുഡ് ആൻഡ് എക്സെട്ര, right? All of these things are affected because of occupancy. So this is another issue. And as per the prison statistics India report 2022, 75.8% of the Indian prisoners are under trials. Imagine the number of people who are under trials. ഇതുവരെ അവരുടെ കേസ് സുപ്രീം കോർട്ടിൽ സോൾവ് ചെയ്ത് അവരാണ് കൾപ്രിറ്റ് എന്ന് തീർപ്പ് ആയിട്ട് സുപ്രീം കോർട്ട് അയച്ചിട്ടില്ല. അവരുടെ ട്രയൽ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. 75.8% അണ്ടർ ട്രയൽസ് ആണെന്ന് പറയുമ്പം വി ആർ ഡിനൈങ് ജസ്റ്റിസ് ടു ദെം ആസ് വെൽ, റൈറ്റ്? ഇതിൽ എന്തോരം ആൾക്കാർ, ഹൗ മെനി പീപ്പിൾ വുഡ് ആക്ച്വലി ബി കൾപ്രിറ്റ്സ്, ആക്ച്വൽ കൾപ്രിറ്റ്സ് ഇതിൽ എത്ര പേരാണ് എന്നുള്ളതും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ തെറ്റ് ചെയ്യാണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടാവും, വെയിറ്റിംഗ് ഫോർ ട്രയൽസ്, റൈറ്റ്? ആൻഡ് വൈ ഇസ് ദിസ് ഹാപ്പനിങ്? ബിക്കോസ് ദർ ആർ എക്സസീവ് ലാഗ്സ് ഇൻ ജുഡീഷ്യറിയിൽ ഒരുപാട് ലാഗ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്നത് പോലെ prisoners under trials ആയിട്ട് നിൽക്കുന്നത്. As highlighted by recent Supreme Court directives, many under trials remain incarcerated despite being eligible for release due to bureaucratic delays. ഇപ്പോൾ പറഞ്ഞതുപോലെ many under trials are simply put in prison because of bureaucratic delays. Fine. India's prison system remains fundamentally punitive rather than rehabilitative. Punitive എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രിസൺ സിസ്റ്റം, റീഹാബിലിറ്റേഷനിൽ ഫോക്കസ് ചെയ്യുന്നില്ല, ലൈക്ക് വീവ് ഓൾറെഡി ഡിസ്കസ്ഡ്, വിത്ത് മിനിമൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഡോണ്ട് യു തിങ്ക് ദാറ്റ്സ് വെരി 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 required in a prison scenario, that the person who has committed the crime needs a psychological support? It is very essential to understand what made him commit that particular crime. Is there a chance that this guy is going to commit that crime again? ഓക്കെ, ഇങ്ങനത്തെയൊക്കെ സിനാരിയോയിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് അവിടെ സൈക്കോളജിക്കൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് ടു ബ്രിങ് ദാറ്റ് പേഴ്സൺ ഔട്ട് ഓഫ് ദ ട്രോമ ദാറ്റ് ഹീസ് ഗോൺ ത്രൂ ആഫ്റ്റർ കമ്മിറ്റിംഗ് ദറ്റ് ക്രൈം. മെനി പീപ്പിൾ കമ്മിറ്റ് ക്രൈംസ് ഔട്ട് ഓഫ് ദിയർ എന്താ പറയുന്നത് നെസസിറ്റി, അല്ലേ? നിവൃത്തികേട് കൊണ്ട് ചിലർ ക്രൈം കമ്മിറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും വളരെ സന്തോഷമായിട്ട് ക്രൈം കമ്മിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോരുന്ന ആൾക്കാരല്ലല്ലോ. പല മെൻ്റൽ സ്റ്റേറ്റ്സിൽ കമ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങിപ്പോരുന്ന ആൾക്കാർ. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സൈക്കോളജിക്കൽ അഡ്രസ്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പ്രശ്നം യഥാർത്ഥത്തിൽ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ യു നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് ആംഗിൾ ആസ് വെൽ ഫ്രം പ്രിസൺ, അല്ലേ? ആ ഒരു സപ്പോർട്ടും കൂടി കിട്ടണമെന്നുള്ളത്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, പിന്നെ സോഷ്യൽ റീഇൻറ്റിഗ്രേഷൻ. അതായത് ഇത്രയും നാൾ പ്രിസണിൽ ഒറ്റപ്പെട്ട് ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ച് സൊസൈറ്റിയിലോട്ട് കയറുമ്പോൾ എങ്ങനെയാണ് അവർ ആ സൊസൈറ്റി ആയിട്ട് റീഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ നമ്മളെ കൺസേൺ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ prisons are not usually concerned about it, about any sort of rehabilitation, right? So that is again another issue. Various Indian studies have reported the current prevalence of mental illness ranging from 21% to 33% among the prisoners. So almost 1/3 people in the prisons are facing the mental illness issues, especially loneliness. പെട്ടെന്ന് പ്രിസണിലോട്ട് അടച്ച് കളയുമ്പോൾ അവർ അനുഭവിക്കുന്ന പല വിഷാദ രോഗം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഡിപ്രഷൻസും അങ്ങനെ ഉള്ള ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ഇവർ അനുഭവിക്കും. സോ ഇറ്റ്സ് വെരി എസെൻഷ്യൽ ടു അഡ്രസ് ഓൾ ഓഫ് ദിസ്, റൈറ്റ്? ദി സിസ്റ്റമാറ്റിക് നെഗ്ലെക്ട് ഓഫ് പ്രിസണേഴ്സ് വിത്ത് ഡിസബിലിറ്റീസ് represents a critical human right failure in India's correctional system, which we've already discussed. A 2018 audit of Delhi's major prisons by the Nipman Foundation exposed severe accessibility gaps, including non-functional wheelchairs, inaccessible cells, and toilets that fundamentally compromise human dignity. അതായത് മനുഷ്യരുടെ ബേസിക് ഡിഗ്നിറ്റീനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള സാനിറ്ററി ഫെസിലിറ്റീസും അതേപോലെ തന്നെ
ഈ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയർ നോൺ ഫങ്ഷണൽ ആവുകയും അവരുടെ സെൽസ് ഇന്നാക്സസിബിൾ ആവുകയും ഒക്കെ ചെയ്യുന്നത് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. The National Human Rights Commission reported over 1,850 custodial deaths in 2020-21, highlighting a culture of institutional impunity. So imagine the number of custodial deaths that has taken place in just the year 2020-21. 1850 കസ്റ്റോഡിയൽ ഡെത്ത് എന്ന് പറയുമ്പം അത്രയും കേസസ് ആണ് പോലീസ് കൈകളിലോട്ട് എടുത്തിരിക്കുന്നത് വിത്തൗട്ട് ദി ഇൻ്റർഫിറൻസ് ഓഫ് ജുഡീഷ്യറി. ഓക്കെ, സോ ദാറ്റ് അഗൈൻ ഷോസ് ഹൗ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് വെരി അൺഫെയർ. ഓക്കെ, നമ്മൾ പല കേസസിലും പീപ്പിൾ മൈറ്റ് സെലിബ്രേറ്റ് സച്ച് ന്യൂസ് അബൌട്ട് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന, എസ്പെഷ്യലി റേപ്പ് ചെയ്ത് എസ്കേപ്പ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ന്യൂസൊക്കെ കേൾക്കുമ്പം പീപ്പിൾ ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ബട്ട് യു ഷുഡൻറ്റ് ബി. യു ഷുഡ് ഓൾവേസ് തിങ്ക് ഓഫ് what if that person has not done it, or what if there is a loophole. എപ്പോഴും നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കണം. ഒരു ഒത്തുതീർപ്പിൽ നമ്മളെപ്പോഴും ഇത് തന്നെയാണ് ഇതിൻ്റെ വിധി എന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കുന്ന പോലെ നമ്മളും യു ഷുഡ് ഓൾവേസ് തിങ്ക് ഫ്രം അതർ പെർസ്പെക്റ്റീവ് ആസ് വെൽ, അല്ലേ? നമ്മൾ എത്രത്തോളം നമ്മൾ വേറൊരാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുന്നോ അത്രയും നമ്മളുടെ മനസ്സും വലുതാവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൈറ്റ്? വി ഷുഡ് ഓൾവേസ് തിങ്ക് ഫ്രം അതേഴ്സ് പെർസ്പെക്റ്റീവ് ആസ് വെൽ. സോ in such cases police shouldn't be taking such things into their own hands, അല്ലേ? പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, again I am taking the reference of Jai Bhim itself. Okay, in the beginning of this particular movie ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. I don't know how many of you have watched this movie and how many of you who watched remember the scene where they ask the caste of the prisoner when the prisoner is leaving the prison. Okay, കാസ്റ്റ് ചോദിച്ചിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത് ആരെയൊക്കെ ഇനിയും തടവിലാക്കണം, ആരെയൊക്കെ പറഞ്ഞു വിടണം എന്നുള്ളത്. കാസ്റ്റ് ബേസിസിലാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കും എന്താ ജാതി, ഇങ്ങനെയാണ് ചോദിക്കുന്നത്, നിൻ്റെ ജാതി എന്താ എന്ന് ചോദിച്ച് ഇവർ കാസ്റ്റ് പറയുമ്പോഴത്തേന് അങ്ങോട്ട് മാറി നിൽക്ക്, എന്നിട്ട് ബാക്കിയുള്ള ഒരാൾ കാസ്റ്റ് പറയുമ്പോൾ പറയാം ശരി നീ വണ്ടി കയറിക്കോ. ഇങ്ങനെ ആ ഒരു സീൻ ആക്ച്വലി ഇറ്റ് ഈസ് ഈ ഒരു പോയിന്റ് എക്സാക്ട്ലി കാണിക്കുന്ന ഒരു സീനാണ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഇസ് ദർ ഇസ് അനദർ മൂവി കോൾ, അഗൈൻ ഐ ഹവ് മെൻഷൻഡ് എ മൂവി കോൾ ആർട്ടിക്കിൾ 15 യെസ്റ്റർഡേ. നമ്മൾ നോർത്ത് ഇന്ത്യൻ പോലീസ് സ്റ്റേഷൻസിൽ എന്താണ് എക്സാക്ട്ലി ഇവരുടെ മെൻറ്റാലിറ്റി എന്നറിയാൻ നമ്മൾ ആ ഒരു സിനിമ മാത്രം കണ്ടാൽ മതി. ഈ പറയുന്ന പോലെ ആർട്ടിക്കിൾ 15 എന്ന് പറയുന്ന സിനിമയിൽ ദി എൻറ്റയർ മൂവി അറ്റ്ലീസ്റ്റ് 75% of the movie emphasizes on caste, not just of culprits and not just of people who are victims. They also emphasize on caste amongst the police officers. പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ തമ്മിൽ തന്നെ ഇവർ കാസ്റ്റ് എംഫസിസ് വളരെയധികം കൂടുതലാണ്. So imagine the situation if a lower caste Dalit comes with a complaint to a police station. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ പലപ്പോഴും പോലീസ് ഈ ഒരു കേസ് പോലും എടുക്കില്ല. ഇഫ് ദ കേസ് ഇസ് അഗേൻസ്റ്റ് എ ഠാക്കൂർ ഓർ സംബഡി ഹൂ ഇസ് എ ഹയർ കാസ്റ്റ്, ദ പോലീസ് ഡസ് നോട്ട് ഈവൻ ടേക്ക് ദ കേസ് അപ്പ് ഓർ ഫയൽ എൻ FIR സെയിങ് ദാറ്റ് നിങ്ങൾ വെറുതെ പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവരെ അങ്ങ് വിട്ടുകളയും. സോ ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ in the Indian scenario where caste based ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ആൻഡ് ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻസൈഡ് പ്രിസൺസ് ആസ് വെൽ, നോട്ട് ജസ്റ്റ് ഇൻ ദ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രിസൺസിലോട്ട് മാറ്റുമ്പോഴും ഭയങ്കരമായിട്ട് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ടു ബി എ സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ എഫക്റ്റിംഗ് ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ഇൻമേറ്റ്സ് ഫ്രം minorities. Okay, that is again another point. Women prisoners face unique challenges that are often overlooked in discussions about prison reform. Of the 23,772 women in prisons, 18,146, that is 76%, are under trials. Reports indicate that female inmates are particularly vulnerable to sexual abuse and harassment from both staff and male inmates. Okay, like we already discussed. And ഈ പറയുന്ന വിമൻ ഉള്ള പ്രിസണിലാണെങ്കിൽ ഫീമെയിൽ ഗാർഡ്സിനെ നിർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, അല്ലേ? സോ മെനി എ ടൈംസ് ദർ ഇസ് ആബ്സെൻസ് ഓഫ് ഫീമെയിൽ ഗാർഡ്സ് ഇൻ മെനി ഫെസിലിറ്റീസ്.
that exacerbates this particular issue, leaving women without adequate protection or recourse against abuse. Additionally, pregnant women in prisons often lack proper prenatal care and support services. അതായത് പ്രഗ്നൻസിയുടെ കോഴ്സിലാണെങ്കിലും ഇവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റി ഒക്കെ ഇവർ ലാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈലൈറ്റിംഗ് ദ systemic failures in addressing the needs of female inmates. So that is again another major issue that we already discussed. What strategies can be employed to improve India's prison system? നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചാലഞ്ചസ് എല്ലാം തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് അതിനെ നമ്മൾ പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ ചെയ്യും, ഈ ചാലഞ്ചസിന് തന്നെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും. സ്ത്രീകളുടെ കാര്യം പറഞ്ഞു, കൂടുതൽ ഫീമെയിൽ എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഫീമെയിൽ ഗാർഡ്സിനെ എംപ്ലോയ് ചെയ്യുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സർവൈലൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക, കോമൺ ആയിട്ടുള്ള ഏരിയാസിൽ ക്യാമറാസിനെ യൂസ് ചെയ്യുക, that is infrastructure, have a better infrastructure. നമ്മൾ സാനിറ്റേഷൻ്റെ കാര്യം പറഞ്ഞു, sanitation facilities better ചെയ്യുക, so that basic human dignity is safe, right? People are feeling secure in their most private moment of their day, right? So that those things must be taken care of. പിന്നെ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഹാവ് ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ഫ്രണ്ട്ലി സെൽസ്, അതേപോലെ തന്നെ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാക്കുക, സ്റ്റെപ്സ് കയറുന്നതിന് പകരം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, യു ക്യാൻ ഓൾട്ടർ ദി ഇൻഫ്രാസ്ട്രക്ചർ where there is a slope, right, where people can actually push the wheelchairs, have functional wheelchairs, have basic amenities where handicapped people can use those facilities. അത് നിങ്ങൾക്ക് പറയാം. പിന്നെ ഈ ഒക്യുപ്പൻസിയുടെ റേറ്റ്, ഒന്നല്ലെങ്കിൽ പ്രിസൺസിൻ്റെ നമ്പർ കൂട്ടുക, അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കൂടുതലും അണ്ടർ ട്രയൽസ് ആണ്, ജുഡീഷ്യറി പ്രോസസ്സ് ഫാസ്റ്റൻ ചെയ്യുക. ഓക്കെ, ഹാവ് ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ടു, ഇപ്പം നമ്മൾ പോക്സോ കേസിലൊക്കെയുള്ള വിധിയൊക്കെ പെട്ടെന്ന് വരും, റൈറ്റ്, ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് വഴി. അതേപോലെ തന്നെ ഓരോ ഇതുപോലത്തെ അണ്ടർ ട്രയൽ കേസസിനും പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാനുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രൊവിഷൻസ് ജുഡീഷ്യറി ഇൻ്റർവീൻ ചെയ്യണം. ഓക്കെ, താൽക്കാലികമായിട്ടുള്ള ചെറിയ എന്താ പറയുന്നത് ട്രൈബ്യൂണൽസ് സെറ്റപ്പ് ചെയ്ത് പെട്ടെന്ന് ഈ പറയുന്ന കേസസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത ആൾക്കാർ ഈ അണ്ടർ ട്രയൽ പോപ്പുലേഷൻ പോകുമ്പോൾ തന്നെ അതിൽ നിന്ന് കൾപ്രിറ്റ്സ് ആരല്ല ആണ് എന്നുള്ള ഒരു ഡിഫറൻസ് വരുമ്പോഴത്തേനും തന്നെ ഈ ഒരു പോപ്പുലേഷൻ്റെ ഇഷ്യൂ ഇൻ പ്രിസൻസ് അത് നമ്മളൊരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ ദാറ്റ് അഗൈൻ മസ്റ്റ് ബി സോ what are the challenges that we've spoken about mental health? നമ്മൾ ശ്രദ്ധിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്യാട്രിക് ഈ പറയുന്ന പോലെ ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഇവരെയൊക്കെ നമ്മൾ എംപ്ലോയ് ചെയ്യുക, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഹെൽപ്പ് ദ ക്രിമിനൽസ് ഓവർകം ദിയർ സൈക്കോളജിക്കൽ ഇഷ്യൂസ്. ഇതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഡോക്ടേഴ്സിനെയും അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെയും എംപ്ലോയ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ ചാലഞ്ചസിന് നമ്മൾ പഠിച്ച ചാലഞ്ചസിന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സൊല്യൂഷൻസ് ആണ്, right? So here infrastructure and accessibility reforms, invest in sustainable prison infrastructure, that is an important point. Okay, ഒരു വെറൈറ്റി പോയിന്റ് ആണ് സസ്റ്റൈനബിൾ prison infrastructure. നമ്മൾ ചെയ്യുവാണെങ്കിൽ റിന്യൂവബിൾ എനർജി ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റും ഒക്കെ നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാം. എക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ ഇൻവെസ്റ്റ് ഇൻ സസ്റ്റൈനബിൾ prison infrastructures. Develop multi-purpose spaces that facilitate education, skill development and psychological counseling. Judicial process acceleration and legal support provide here. Adopt the Justice Amitava Roy Committee's recommendation of one lawyer for every 30 prisoners. ഒരു വക്കീലിന് 30 prisoners എന്ന രീതിയിൽ. അപ്പോൾ കേസസ് പെട്ടെന്ന് തീരുകയും ചെയ്യും. ലോയറിന് 1-on-1 സെഷൻസ് ഈ പറയുന്നത് പോലെ നമുക്ക് പ്രിസണേഴ്സ് ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഹിയർ ദ പ്രോബ്ലം ഇസ് ലോയർ ടു പ്രിസണർ റേഷ്യോ എന്ന് പറയുന്നത് വളരെയധികം ഇംബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു റേഷ്യോ ആണ്. അതുകൊണ്ടാണ് ഇത്ര ഡിലേ പല സമയങ്ങളിലും വരുന്നത്. അതേപോലെ കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്യുക. ടെക്നോളജി എനേബിൾഡ് പ്രിസൺ മാനേജ്മെൻറ്റ്, അതായത് എന്തെങ്കിലും നമ്മൾ ഒരു ഇഷ്യൂ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു അലേർട്ട് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യുക. ഇപ്പം ഗോവിന്ദ് ചാമി ചാടി അല്ലേ, അപ്പം ഈ പറയുന്ന പോലെ നമ്മൾ കൂടുതൽ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ജയിൽ ബ്രേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യുക. അതേപോലെ നാഷണൽ ലെവലിൽ ഒരു ഡിജിറ്റൽ കേസ് ട്രാക്കിംഗ് സിസ്റ്റം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ദാറ്റ് അഗൈൻ ഈ പറയുന്ന പോലെ നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് ഹെൽപ്പ് ചെയ്യും. നൗ അണ്ടർ ട്രയൽസിൻ്റെ എത്ര അണ്ടർ ട്രയൽസ് ഉണ്ട്, അവരുടെ ബേസിക് ഡേറ്റ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഇവരുടെ ഈ പെട്ടെന്ന് കേസസ് സോൾവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും, റൈറ്റ്? സോ ദിസ്
technology enabled prison management will definitely help the country. Just a second, guys. Just 2-3 more topics, 2-3 more points. Mandate quarterly public reports detailing prison conditions, rehabilitation statistics, and institutional. Frequent ആയിട്ട് നമ്മൾ പ്രസിഡന്റ് ഒരു ഓഡിറ്റിംഗ് മെക്കാനിസം ഉണ്ടാക്കുക. സോഷ്യൽ ഓഡിറ്റിംഗ് ആണെങ്കിൽ ആൾക്കാർ വന്ന് പോയി അവിടെ അന്വേഷിക്കുക, ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ, എന്തൊക്കെയാണ് പ്രസന്റ് കണ്ടീഷൻസ്, അതൊന്ന് നോക്കുക. Develop targeted intervention strategies for different prisoner categories, including specialized programs for first-time offenders, long-term prisoners, and those with potential radicalization risk. അതായത് ആദ്യമായിട്ടൊരു ക്രൈം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുക. ലോങ് ടേം പ്രിസണേഴ്സിന് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോഗ്രാം, അതായത് ടൈലർ മെയ്ഡ് പ്രോഗ്രാംസ് ആയിരിക്കണം. എല്ലാവർക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസ് അല്ലാണ്ട് there must be tailor made ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ നൈസാർ സാറ്റലൈറ്റിനെ കുറിച്ച് നമുക്ക് നാളെ പഠിക്കാം. ഐ ഹോപ്പ് ദ ടോപ്പിക് ഈസ് വെരി വെരി ക്ലിയർ. ഇസ് ദർ എനി ഡൗട്ട്? No, ma'am. No? Fine, then we'll wind up for the day. Okay, ma'am. Okay, guys, then thank you. Thank you, ma'am. Thank you. Have a great day.